ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ദേഷ്യം വരുന്ന രീതി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം. അതായത് വിവിധ തരത്തിൽ ദേഷ്യം വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സ്ത്രീകളുടെ 3 ടൈപ്സ് ഓഫ് ആങ്കർ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 3 തരത്തിലുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ ചിലർക്കൊക്കെ ഇത് 3 എണ്ണം വരുന്നുണ്ടായിരിക്കാം, ചിലർ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ പെടുന്നതായിരിക്കാം എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പാണെന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ ഇത് കാണുന്ന പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ അമ്മയോ അങ്ങനെ ആരാണെന്നുണ്ടെങ്കിലും അവർ ഇത് ഏത് ടൈപ്പിൽ വരുന്ന ആളാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സൈലന്റ് ആങ്കർ ആണ്. അതായത് ഇവർ സൈലന്റ് ആയിട്ടാണ് ദേഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നും പറയുന്നുണ്ടാവില്ലേ. ചിലപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം, ആരെങ്കിലൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും പറയാതിരിക്കുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ വായി തുറന്ന് ഒരക്ഷരം മിണ്ടുന്നുണ്ടാവില്ല. മുഖം കൊണ്ട് നവരസങ്ങൾ കാണിച്ചിട്ടായിരിക്കും ആ ദേഷ്യം പുറത്ത് കാണിക്കുക എന്നുള്ളതാണ്. അതായത് മുഖത്ത് ഇങ്ങനെ കുറേ ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും, മുഖം ഇങ്ങനെ വീർപ്പിച്ച് നടക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ മുഖം തിരിച്ച് നടക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ മുഖത്തായിരിക്കും ഫുൾ എക്സ്പ്രഷൻസും വരിക എന്നുള്ളതാണ്. ഓപ്പൺ ആയിട്ട് ഇവർ ഒന്നും തന്നെ പറയുന്നുണ്ടായിരിക്കില്ല. അതായത് എന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെ ദേഷ്യം വരുന്നത് എന്നുള്ള കാര്യം പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സൈലന്റ് ആങ്കർ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പേരിൽ കാണാറുള്ള കാര്യമാണ്. അപ്പൊ ഇതിവർ കാണിക്കാനുള്ളത് ഒന്നില്ലെങ്കിൽ അവരുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ അമ്മയോടോ അങ്ങനെ ആരോടെങ്കിലും ഒക്കെ ആയിരിക്കാം. കൂടുതലായിട്ടും ആ റിലേഷൻഷിപ്പിലുള്ള പേഴ്സന്റെ അടുത്താണ് ഇവർ കാണിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഓഫീസിലുള്ള എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രഷറോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പുറമേ ഉള്ളതൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും ആ ദേഷ്യം മുഴുവൻ ചിലപ്പോൾ ഒരു സ്വാഭാവികമാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണിക്കുക. നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പേഴ്സന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ കാണിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതുകൊണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈലന്റ് ആങ്കറിലൂടെ നമുക്ക് മൈഗ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ നമ്മുടെ ബോഡി എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെ സൈലന്റ് ആങ്കർ ആണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സൈലന്റ് ആങ്കർ ആണ്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വെർബൽ ആങ്കർ ആണ്. അതായത് ഇവിടെ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ അങ്ങേ അറ്റമാണ് വരുന്നത്. അതായത് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ ദേഷ്യം തീർക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെക്കുന്നത് സംസാരിക്കുന്നത് അപ്പുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് ആയിരിക്കില്ല, പണ്ടെങ്ങാണ്ടോ നടന്ന കാര്യങ്ങൾ മുതലേ തുടങ്ങും എന്നുള്ളതാണ്. ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ആ കാര്യത്തിന് ദേഷ്യം കാണിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു കാര്യമായിരിക്കില്ല അതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളതാണ്. മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ വിങ്ങലും വിഷമമൊക്കെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഞ്ഞൊരു കാര്യം കിട്ടുമ്പോഴത്തേക്കും ആ ദേഷ്യം അങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ മുമ്പുണ്ടായിരുന്ന ആ കാര്യത്തിന്റെ ദേഷ്യം മുഴുവൻ അങ്ങോട്ട് പുറത്തേക്ക് കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു പ്രസന്റ് ടൈമിൽ സംഭവിച്ച കാര്യമായിരിക്കണം എന്നില്ല, അതിനേക്കാൾ മുന്നേ എപ്പോഴോ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ദേഷ്യം കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരത്തെ സംസാരമൊക്കെ ആയിരിക്കാം നടക്കുന്നുണ്ടാവുക. മുമ്പേ ഉണ്ടായ കാര്യങ്ങൾ മുതലേ തുടങ്ങിയിട്ട് ഇപ്പൊ ഉണ്ടായ കാര്യത്തിൽ കൊണ്ടേ അവസാനിപ്പിക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങേയറ്റത്തെ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ ഇതിന് ഇരയാവേണ്ടി വരുന്നത് ഈ പറയുന്ന പോലെ അവരുടെ ഭർത്താവോ അമ്മയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരാണ് അവിടെ ഇത്രയൊക്കെ ഈ കാലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ടാവോ എന്ന് ചിന്തിക്കുന്നുണ്ടാവുക അവരാണ്. അപ്പൊ അവരാണ് ആകെ പെട്ടുപോണത് എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഈ ഒരു വെർബൽ ആങ്കർ ആണ്. അതായത് അമിതമായ സംസാരത്തിലൂടെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ആങ്കർ ആണ്. അതായത് ഇവിടെ രണ്ടും വരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സൈലന്റ് ആങ്കറും വരുന്നുണ്ട്, വെർബൽ ആങ്കറും വരുന്നുണ്ട്. സംസാരിക്കുകയും ചെയ്യും, അതേപോലെ ഇടയ്ക്ക് ദേഷ്യം മീൻസ് സൈലന്റ് ആയിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. അതേപോലെ ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ബിഹേവിയറൽ. ഇവരെ തന്നെ ചിലപ്പോൾ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവരുടെ കയ്യിൽ കളിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരോടാണ് ഇവർക്ക് ദേഷ്യമുള്ളത് അവരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് അടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇത്തരത്തിൽ പ്രവൃത്തിയിലൂടെ ദേഷ്യം കാണിക്കുന്നതാണ് ഈ ഒരു മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവര് എന്താണ് ആ സമയത്ത് ചെയ്യാന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്ത് പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ദേഷ്യം ഇവർ പ്രകടിപ്പിക്കുന്നത് ബിഹേവിയറിലൂടെയാണെന്ന് പറഞ്ഞു. അതായത് ഇവരുടെ അടുത്ത് എന്താണ് സാധനം ഉള്ളത്, കയ്യിൽ എന്ത് വസ്തുവാണ് കിട്ടുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളുടെ തലയ്ക്കൊക്കെ അടിച്ചു എന്നിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ ദേഷ്യം കാണിക്കുന്നതാണ് ഈ ഒരു മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നാമത്തെ ടൈപ്പ് ആണെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പൊ ഈ 3 ടൈപ്പിലുള്ള ആങ്കർ ആണ് സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. അപ്പൊ 3 രീതിക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സൈലന്റിലാണെങ്കിൽ നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നതേ ഉണ്ടാവുള്ളൂ. സോ അത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള വെർബൽ ആങ്കർ ആണ് എന്നുണ്ടെങ്കിൽ അമിതമായി സംസാരം കൂടുന്നതാണ്. സോ ഇവിടെയൊക്കെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സൈലന്റ് ആവാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് കൃത്യമായ സമയത്ത് ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. മുന്നേ നടന്ന പ്രശ്നങ്ങൾക്കാണ് ഇപ്പൊ നിങ്ങൾ അതിനെയാണ് ഒരു ഇഷ്യൂ ആക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ കാര്യവും നടക്കുന്ന സമയത്ത് തന്നെ അത് പറഞ്ഞ് സോൾവ് ആക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത്.
കൃത്യസമയത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 3 ടൈപ്പിലുള്ള ആങ്കർ ആണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക, പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്